വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ദേവസ്വം മിനിറ്റ്സിൽ തിരുത്തിൽ വരുത്തിയത് മനഃപൂർവ്വമാണ്. പിത്തളപ്പാളി എന്നത് മാറ്റി ചെമ്പ് പാളി എന്നെഴുതി. അനുവദിക്കുന്നുവെന്ന് മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി. ഇതിന് പിന്നാലെയാണ് പോറ്റിക്ക് പാളികൾ കൈമാറിയത്. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, SITയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആരൊക്കെ കൂടുതൽ പ്രതിസന്ധിയിലാകും, ആർക്കൊക്കെ കുരുക്കുമുറുകുമെന്ന്? അനുശ്രീ, വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM നേതാവ് കൂടിയായിട്ടുള്ള A. പത്മകുമാറിന്റെ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ കുരുക്കുമുറുക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ മനഃപൂർവ്വം ഈ മിനിറ്റ്സിൽ തിരുത്തു വരുത്താൻ പത്മകുമാർ ശ്രമിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തന്ത്രി അനുമതി നൽകിയെന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണ്. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവില്ല എന്നും SIT കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത് തന്ത്രി അല്ല എന്നുകൂടി SIT വ്യക്തമാക്കുന്നു. അത്തരം രേഖകൾ ലഭ്യമല്ല എന്നും SIT ഈ ഇടക്കാല റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പാളികൾ കൊടുത്തുവിടാൻ അനുവാദം തന്ത്രിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല, തന്ത്രിയുടെ അഭിപ്രായവും A. പത്മകുമാർ തേടിയിട്ടില്ല എന്ന രീതിയിലുള്ള ചില കണ്ടെത്തലുകൾ കൂടി ഇത്തരത്തിൽ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ അതായത് നേരത്തെ മുൻകാലങ്ങളിലുമൊക്കെ കോടതിയിലും ഒപ്പം തന്നെ ഈ മൊഴിയിലുമൊക്കെ A. പത്മകുമാർ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയുന്ന തരത്തിലുള്ള ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ CPMനെ സംബന്ധിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ആയേക്കാമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ നാളിതുവരെയായി A. പത്മകുമാറിനെതിരെ യാതൊരുവിധ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളിലേക്ക് മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കാനോ CPM തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം നിലനിൽക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്നത്, അതായത് ഈ ആരോപണം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, പാർട്ടിക്ക് മുന്നിൽ ഇതിന് നിജസ്ഥിതികൾ വരണം, ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പാർട്ടി നടപടിയെടുത്ത് മുന്നോട്ട് പോകൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ സംരക്ഷണ കവചം ഒരുക്കുന്ന CPMന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഈ ഒരു വിഷയം തിരിച്ചടിയായിരുന്നു. ശബരിമല വിഷയം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂരിഭാഗം രീതിയിലും UDFന് മേൽക്കൈ നേടിക്കൊടുക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്ത് രീതിയിലായിരിക്കും ഇത് തിരിച്ചടി, CPMന് കാത്തിരിക്കുന്ന തിരിച്ചടി എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് CPM കടക്കുമോ, A. പത്മകുമാറിനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ CPM സ്വീകരിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ SIT വിശദീകരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ SIT വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SITക്ക് കൂടുതൽ സമയം അനുവദിച്ചു നൽകുന്നു. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി, കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്നതിന് വേണ്ടി, കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തുന്നതിന് വേണ്ടിയൊക്കെ 6 ആഴ്ചക്കാലം കൂടി ഇത്തരത്തിൽ സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം വിപുലീകരിക്കണമെങ്കിൽ അത് വിപുലീകരിക്കാം, എത്രത്തോളം ആളുകളെ വേണമെങ്കിലും ഈ സംഘത്തിൽ ഉൾപ്പെടുത്താം. അത് പക്ഷേ ഹൈക്കോടതി അറിയിച്ചിട്ട് വേണമെന്നൊക്കെ ഉള്ള ചില നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അത് ഈ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിർണായക ഘട്ടത്തിലേക്ക് SIT പോകുന്നു എന്നുള്ളത് തന്നെയാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ പത്മകുമാർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വൈരുദ്ധ്യമുണ്ട് എന്ന് തെളിയുന്നു. ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയുന്ന തരത്തിലുള്ള ചില രേഖകൾ കൂടി SITക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഇങ്ങനെ ഇടക്കാല റിപ്പോർട്ടിൽ ഈ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അറസ്റ്റിൽ കഴിയുന്ന മറ്റു മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള N. വാസു, ഒപ്പം തന്നെ ഈ പത്മകുമാറിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന വിജയകുമാർ അടക്കമുള്ളവരെയൊക്കെ ഇനി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരിൽ നിന്നുമൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. N. വിജയകുമാർ പറഞ്ഞതനുസരിച്ച് എല്ലാം സഖാവ് പറഞ്ഞതുപോലെയാണ് താൻ ചെയ്തത്, സഖാവ് പറയുന്നിടത്ത് താൻ ഒപ്പിട്ട് നൽകും, തനിക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അറിയില്ല, തനിക്ക് ഈ ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല, എല്ലാം പത്മകുമാർ അറിഞ്ഞുകൊണ്ടായിരിക്കും നടന്നതെന്ന രീതിയിലുള്ള ചില മൊഴികൾ നേരത്തെ നൽകിയിരുന്നു. പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടന്നപ്പോഴും അതേ രീതിയിലുള്ള
തരത്തിലുള്ള സമാനമായ മൊഴിയാണ് എൻ വിജയകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തത്. സ്വാഭാവികമായും അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ആ മൊഴികളിൽ നിന്നുമൊക്കെ ആയിരിക്കാം പത്മകുമാറിലേക്ക് കൂടുതൽ അന്വേഷണം എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്, കൂടുതൽ തെളിവുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി ഒരു തരത്തിലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ കൂടുതൽ മുറുകിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ കണ്ടെത്തലുമായി SIT മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ആ ജാമ്യാപേക്ഷയുടെ ഭാഗമായുള്ള വിധി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പറയുമെന്നുള്ളതാണ്. ഈ കട്ടിളപ്പാളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആ കേസ്, അതായത് 3 കേസുകളുണ്ട്, അതിൽ ഒരു കേസിലാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ജാമ്യം നൽകുമോ അതോ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അടുത്തിടെ കോടതിയിൽ വീണ്ടും ഹാജരാക്കിയപ്പോഴൊക്കെ വീണ്ടും റിമാൻഡിൽ തുടരുന്ന തരത്തിലേക്ക് പോയിരുന്നു. വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് പത്മകുമാറിന് നീട്ടി നൽകിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ ചില പ്രതികരണങ്ങൾ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഉന്നതരാണ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞില്ല എങ്കിൽ പോലും തന്നെ അത് വിരൽ ചൂടുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്ക് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പത്മകുമാർ മാത്രം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു കൊള്ള ശബരിമല പോലത്തെ ഒരു ക്ഷേത്രത്തിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ആരെങ്കിലും ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടോ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത്തരത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്കും വിശദമായ നടപടികളിലേക്കും ഒക്കെ SIT കടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മിഥുൻ, അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് പത്മകുമാറിനെതിരെ വളരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വളരെയധികം കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി SIT കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഈ ഉന്നതൻ ആരാണെന്നതിനെ പറ്റി പത്മകുമാറിന് അറിയാമെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? ഇനി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള കാര്യത്തിലെ കുറിച്ചൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ റിമാൻഡിൽ കഴിയുകയാണ് പത്മകുമാർ. ഇന്നത്തെ ഈ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് എന്ന് പറയുന്നത് ഒരു കേസിൽ മാത്രമാണ്. മറ്റു കേസുകളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ കൂടുതൽ ചോദ്യം ചെയ്യൽ മറ്റാളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് SITയെ സംബന്ധിച്ചുള്ളത്. ഇവരെയൊക്കെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ മൊഴികൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. മറ്റു അറസ്റ്റിലായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെയും ഒപ്പം തന്നെ ഗോവർദ്ധനുമായും ഒക്കെ ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും അന്വേഷണ പരിധി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്തായാലും നിലവിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്ന ഒരു നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് അറിയില്ല. അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. അനുസരിച്ച് ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.